ഒരു പ്രധാനപ്പെട്ട വിവരത്തിലേക്ക് പോവുകയാണ്. ഹൗസ് ദുർഗ് കോടതിക്ക് മുന്നിൽ വൻ പോലീസ് സന്നാഹമാണ്. കാരണം രാഹുൽ മാങ്കോട്ടത്തിൽ എത്തിയേക്കും എന്നുള്ളൊരു അഭ്യൂഹമുണ്ട്. സാരംഗ് സുരേഷ് വിവരങ്ങളുമായി ചേർന്നുണ്ട്. സാരംഗ്, പോലീസിന് കൃത്യമായിട്ടുള്ള വിവരം ലഭിച്ചിട്ടുണ്ടോ? എന്താണ് പോലീസ് അറിയിക്കുന്നത്? പോലീസിന് കൃത്യമായിട്ടുള്ള വിവരം ലഭിക്കുന്നു എന്നുള്ള സംവിധാനത്തിൽ തന്നെയാണ് നമുക്ക് ഇപ്പോൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഇവിടെ കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി അടക്കം നേരിട്ടെത്തി ഇത്തരത്തിൽ വലിയൊരു പോലീസ് സന്നാഹം ഒരുക്കുന്നു. മാത്രമല്ല, ഏറ്റവും നിർണായകമായ ഒരു കാര്യം, കാരണം എന്റെ മുൻപിൽ കാണുന്നത് ഹൗസ് ദുർഗ് കോടതിയുടെ പ്രധാന കെട്ടിടമാണ്. ഇതിനകത്ത് ഇപ്പോഴും ജഡ്ജി അടക്കമുള്ള പ്രധാനപ്പെട്ട അധികൃതരൊക്കെ തന്നെ ഇവിടെ ഇപ്പോഴും തുടരുകയാണ്. സാധാരണ 5 മണിയോടുകൂടി തന്നെ ഇവിടെ നിന്ന് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ മടങ്ങേണ്ടതാണ്. എന്നാൽ അത്തരത്തിലുള്ള ഒരു സംഭവങ്ങളും ഉണ്ടായില്ല. നേരത്തെ ഉച്ചയോടുകൂടി തന്നെ മുഴുവൻ മാധ്യമങ്ങളും ഇവിടെ എത്തിയിരുന്നു. എന്നാൽ യാതൊരു തരത്തിലുള്ള വിവരങ്ങൾ ഒന്നും തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നോ മറ്റധികൃതരുടെ ഭാഗത്തു നിന്നോ ലഭിച്ചിരുന്നില്ല. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ കഴിയുന്നു എന്ന് പറയപ്പെടുന്ന കർണാടകയോട് തൊട്ടരികിൽ നിൽക്കുന്ന ജില്ലയാണ് കാസർഗോഡ്. അതിന്റെ മലയോര മേഖലയൊക്കെ തന്നെ കോൺഗ്രസിനൊക്കെ തന്നെ വലിയ സ്വാധീനമുള്ള മേഖലയാണ്. അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒക്കെ തന്നെ ഒട്ടേറെ സുഹൃത്തുക്കളുടെ വീടുകളും ഈ പറഞ്ഞ മേഖലയോടൊക്കെ തന്നെ പാണത്തൂർ മേഖലയിലൊക്കെ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ സുള്ളിയിൽ നിന്ന് പാണത്തൂർ വഴി താഴേക്ക് ഇറങ്ങി വരാനുള്ള ഒരു സാധ്യതയാണുള്ളത്. എന്തായാലും മലയാളികൾ കാത്തിരുന്ന, കേരളം കാത്തിരുന്ന 8 ദിവസമായി രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ എന്നുള്ള ചോദ്യത്തിന് ഒരു പക്ഷേ വിരാമമാവുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ വലിയ പോലീസ് സന്നാഹം തന്നെ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. പോലീസ് ബസ്സിൽ ഏകദേശം 10-50ഓളം പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുന്നു. അവര് അത്തരത്തിലുള്ള ആംഡ് പോലീസ് സംഘം തന്നെ ഇവിടെ എത്തിയിരിക്കുന്നു. ഏതായാലും ഇവിടെ ജഡ്ജി അടക്കം ഇവിടെ തുടരുന്ന സാഹചര്യത്തിൽ ഏത് നിമിഷവും രാഹുൽ ഇവിടെ എത്തിയേക്കുമെന്നുള്ള സൂചനകൾ ശക്തമാവുകയാണ്. അതോടൊപ്പം തന്നെ പൊതുജനങ്ങളും വലിയ തോതിൽ ഇപ്പോൾ തടിച്ചുകൂടുന്ന സാഹചര്യം തന്നെയാണ് ഇവിടെ ഉള്ളത്. എന്തായാലും 8 ദിവസമായി മലയാളികൾ കാത്തിരിക്കുന്ന ആ ചോദ്യത്തിന് ഒരുപക്ഷെ ഉത്തരമുണ്ടാവുന്നു എന്ന രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ എത്താനുള്ള സാധ്യത കൂടുതലാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കർണാടക അതിർത്തിയോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണ്. അതോടൊപ്പം തന്നെ നേരത്തെ രാഹുലിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് ചിലരുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ പരിശോധിക്കുന്ന സമയത്തും അവർ കാഞ്ഞങ്ങാട് നഗരത്തിലേക്ക് കേന്ദ്രീകരിച്ച് വരുന്ന ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നു എന്നുള്ളതിനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരെ നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾ വലിയ രീതിയിൽ ഇവിടെ തടിച്ചുകൂടുന്ന കാഴ്ചയെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും വരുന്ന നിമിഷങ്ങളിൽ തന്നെ കേരളം കാത്തിരുന്ന ആ കാഴ്ച ഒരുപക്ഷെ കാസർഗോഡ് നിന്ന് പ്രേക്ഷകരിലേക്ക്, മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാരംഗ് സുരേഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഹൗസ് ദുർഗ് കോടതി പരിസരത്തെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. രാഹുൽ മാങ്കോട്ടത്തിൽ കാസർഗോഡ് ഉണ്ടോ എന്നുള്ള സൂചനയാണുള്ളത്. ഉടൻ തന്നെ ഹൗസ് ദുർഗ് കോടതിയിൽ രാഹുൽ എത്തിയേക്കും എന്നുള്ള തരത്തിലും സൂചനകളുണ്ട്. അവിടെ പോലീസ് അടക്കം സജ്ജമായി തന്നെ നിൽക്കുകയാണ്.